ഹായ് ഡിയേഴ്സ്, BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതായത് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ട്രയൽ അലോട്ട്മെന്റ് എന്നത് റാങ്ക് ലിസ്റ്റിനെ ആധാരമാക്കി അപേക്ഷാർത്ഥി തിരഞ്ഞെടുത്തിരിക്കുന്ന കോളേജ് കോഴ്സ് ലിസ്റ്റിനെ മുൻഗണനാക്രമം പ്രകാരം ലഭിച്ചിരിക്കുന്ന അലോട്ട്മെന്റ് ആണ്. യഥാർത്ഥ അലോട്ട്മെന്റിൽ ഇതേ അലോട്ട്മെന്റ് ലഭിക്കുമെന്ന ഗ്യാരണ്ടി ഇല്ല. ട്രയൽ അലോട്ട്മെന്റ് ശേഷം നിശ്ചിത സമയത്തിനുള്ളിൽ കൂടുതൽ കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അപ്പൊ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആരും ടെൻഷൻ ഒന്നും ആവണ്ട. കാരണം ട്രയൽ അലോട്ട്മെന്റ് പ്രകാരം നിങ്ങളുടെ റാങ്കും നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഏറ്റവും ഓപ്റ്റ് ആയിട്ടുള്ളത് കൂടി നിങ്ങൾക്ക് മാറ്റി ഓപ്ഷൻസുകൾ റീഅറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബബിലിറ്റി അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന കോളേജുകളിലേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കോളേജുകൾ തന്നെ ആദ്യത്തെ ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അതനുസരിച്ചിട്ട് ഈ ട്രയലിൽ പെട്ടിട്ടുള്ള റാങ്കിന്റെ അടുത്തുള്ള കോളേജുകളും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് ട്രയലിൽ വരുന്ന കോളേജുകളുടെ റാങ്ക് നിങ്ങൾ ഇപ്പം കൊടുത്ത ഓർഡറിൽ തന്നെ മതി. ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ ആദ്യത്തെ ഓർഡറിൽ കൊടുക്കുക. അതനുസരിച്ച് അടുത്തത് നിങ്ങളുടെ റാങ്കിന്റെ അകത്ത് വരുന്ന കോളേജുകളും കൂടി ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കോളേജ് ഓപ്ഷനുകൾ എല്ലാം കൊടുക്കാവുന്ന ഒരു അവസരമുണ്ട്. അതിന്റെ ഷെഡ്യൂൾ ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഡേറ്റ് തന്നിരിക്കുന്നത്. ട്രയൽ അലോട്ട്മെന്റ് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. 30/10/2020 വന്നിരിക്കുന്നത്. ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ്, നമുക്ക് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ, നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഓക്കെ അതാണെങ്കിൽ അത് ഓക്കെ തന്നെ. പക്ഷെ നമ്മൾ ട്രയൽ അലോട്ട്മെന്റിന് വന്നിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് കൂടി ഒന്ന് പരിശോധിച്ചതിന് ശേഷം ആ റാങ്ക് കൂടി ഉൾപ്പെടുത്തിയുള്ള കോളേജുകൾ കൂടി നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കോളേജുകൾ ആദ്യത്തെ ഓപ്ഷനുകളായി തന്നെ വെക്കുക. അതിൽ ഇതും കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഏകദേശം 2-ാം തീയതി 12 മണി വരെയാണ്, ഉച്ചയ്ക്ക് 12 മണി വരെയാണ് സമയമുള്ളത്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ആവുന്നത് 3-ാം തീയതിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കണം. അതിനുള്ള അപ്ഡേറ്റ്സുകളൊക്കെ LBS വരുന്നതായിരിക്കും. അത് 5-ാം തീയതി 5 മണി വരെയാണ് സമയമുള്ളത്. സെക്കൻഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി, അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ഒന്നും ആവണ്ട, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. 7-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ റീഅറേഞ്ച്മെന്റ് അവിടെയും വീണ്ടും ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളെല്ലാം തന്നെ ഒന്നുകൂടി മാറ്റി കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഡേറ്റ് 7-ാം തീയതിയാണ്. 7-ാം തീയതി സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യും. അതിൽ കിട്ടിയ കുട്ടികളുടെ ഫീ അടയ്ക്കാനുള്ളതും ഉള്ള ഡേറ്റ് 5 മണിയാണ്. ഇനി വീണ്ടും അതിൽ ഓപ്ഷനുകൾ റീഅറേഞ്ച്മെന്റ് ചെയ്യാവുന്നതാണ്. 5 മണി വരെ, 10-ാം തീയതി 5 മണി വരെ സമയമുണ്ട്. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഓപ്ഷനുകൾ റീഅറേഞ്ച്മെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകളൊക്കെ ഏകദേശം മനസ്സിലാവും. നിങ്ങൾക്ക് ആ സമയത്ത് നമ്മൾ അപ്ഡേറ്റ്സുകൾ തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനി തേർഡ് അലോട്ട്മെന്റ് വരുന്ന ഡേറ്റ് 12-ാം തീയതിയാണ്. അപ്പൊ കുട്ടികളെ ശ്രദ്ധിക്കുക, ഡേറ്റുകളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് LBSന്റെ സൈറ്റിൽ തന്നെ ഉണ്ട്. കോളേജ് ജോയിനിങ് എന്ന് പറയുന്നത് 17-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. കോളേജ് റീജോയിൻ ചെയ്ത് 17/11/2020 തേർഡ് അലോട്ട്മെന്റിന് ശേഷമാണ് കോളേജിൽ നമ്മൾ സർട്ടിഫിക്കറ്റുമായി ജോയിൻ ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. ഇതിന്റെ അപ്ഡേറ്റ്സുകൾ വരുന്നതായിരിക്കും. വിദ്യാർത്ഥികളെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷനുകൾ റീഅറേഞ്ച്, നമ്മൾ വീണ്ടും പറയുന്നു, റീഅറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ പരിശോധിക്കുക. അതനുസരിച്ച് നിങ്ങളുടെ ഓപ്ഷനുകളിൽ റീഅറേഞ്ച്മെന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സഹായത്തിനും നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം തന്നെ ചോദിക്കാൻ നമ്മൾ നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നിങ്ങളുടെ ഒപ്പം തന്നെ നമ്മൾ ഉണ്ടാവുന്നതായിരിക്കും. കുട്ടികൾ ആരും തന്നെ ടെൻഷൻ ആവേണ്ട, ഡോണ്ട് വറി. സോ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ ലൈക്ക് നമ്മളെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.